ഹേ ഗായ്സ്, വെൽക്കം ടു ദി കൊക്കക്കോല എറീന. ഞങ്ങൾ പോയത് ടാക്സിയിലാണ്. ടാക്സിയിൽ പോയിട്ട് അടുത്തേക്ക് എത്തി. അങ്ങനെ ടാക്സിനെ മറിഞ്ഞിട്ട് നേരെ കൊക്കക്കോല എറീനയിലേക്ക് പോയി. കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി പോയി. ശരിക്കും പറഞ്ഞെങ്കിൽ എല്ലാ വ്ലോഗിലും ഞാൻ ഈ ഒരു വാക്ക് പറയും, കാരണം കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട്. അങ്ങനെ അമ്മ ഇങ്ങനെ നടന്നിട്ടാകുമ്പോഴാണ് ലവ്ലി ഫ്ലവേഴ്സ് കണ്ടത്. അതായത് ഫ്രഷ് ഫ്ലവേഴ്സ്, അവിടെ ഹാമ്പേഴ്സ്, ഗിഫ്റ്റ്, ബൊക്ക അങ്ങനത്തെ എല്ലാം ആക്കി കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ എന്നെ കണ്ടപ്പോൾ എന്നെ ഒരു ഇൻവൈറ്റ് ആക്കി. അങ്ങനെ അവിടെ നമ്മൾ നോക്കിയിട്ടായിരുന്നു നമ്മൾ നേരെ പോയത് ദുബായ് പബ്ലിക് പാർക്കിലേക്കാണ്. ഷൂ ഇങ്ങനെ പാർക്കിലെല്ലാം പോയിട്ട് അതുകൊണ്ട് പാർക്കെന്ന് പറയുമ്പോൾ ഓളെന്നെ അവിടെ നടത്താൻ തുടങ്ങി. എൻ്റെ കയ്യിൽ ആ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാവുക, എല്ലാവരും നോക്കുന്നു ഫ്ലവർ പിടിച്ചിട്ട് പോകുന്നത്. പക്ഷെ സർപ്രൈസ് ആയിട്ട് കിട്ടില്ലാക്കെങ്കിൽ അതിൽ ഫ്രഷ് ഫ്ലവർ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ അടുത്തേക്ക് ഞാൻ ദുബൈയിൽ വരോളം എൻ്റെ റൂമിൽ അത് വെച്ചിട്ട് അങ്ങനെ ഉണങ്ങിയിട്ട് അടന്നെ നല്ല പാണിനെ കാണുമ്പോൾ പോകുമ്പോഴൊക്കെ അത് ഉമ്മല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. ഉമ്മ എന്നോടൊപ്പം ഉണ്ട് ചെല്ലണേ അത് എടുത്തിട്ട് മാറ്റി ഞാൻ അത് കേട്ടിട്ട്, കാരണം നമുക്ക് അങ്ങനത്തെ ഇഷ്ടം പണ്ടേ ഉള്ളൊരു ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഇങ്ങനെയുള്ള കിട്ടുന്നില്ല. മനസ്സിലാമോ? ആ പാർക്കിൽ കയറി ഓള് കളിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും ഐറിഷ് എത്രത്തോളം ഹാപ്പിയായി നിന്ന്. മക്കളെല്ലാം ഉണ്ടെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും പാർക്കിൽ കളിക്കുക. അതായത് ചെറുപ്പത്തിൽ കളിക്കുന്ന എല്ലാ ഹാപ്പിനെസ്സും മെമ്മറീസും എല്ലാം നമുക്ക് കിട്ടും. അതൊരു ഫീലിങ്സ് വേറെ ഉണ്ടാവുക. അങ്ങനെ അവിടെ പാർക്കിൽ കുറെ കാണാനും നടക്കാനെല്ലാം ഉണ്ടായി. നമ്മൾ ഇരിക്കാൻ കുറച്ച് സമയം അവിടെ നിന്നപ്പോൾ അപ്പുണ്ട് ഐറിഷ് കൈയാക്കിയിട്ട് പോയത്. അങ്ങനെ ഇരിഷ അവളെ പിടിച്ചിട്ട് പോണത്. അങ്ങനെ അവിടെ കോഫി ഷോപ്പിലിരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ വരുന്നത്. നടന്നു വന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ദുബായ് സിറ്റി വാൾക്ക്. ഇവിടെ ഇങ്ങനെ നടക്കുന്നത്, അതായത് കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല പറ്റിയ സ്ഥലം ഉണ്ടാവും കേട്ടോ. പിന്നെ ആള് വേണം ഒക്കെ ഫോട്ടോ എടുപ്പിക്കാനും നല്ല. പിന്നെ അമ്മാടിന്ന് ഒരു ഷേക്ക് കുടിച്ച് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ടാക്സി വെയിറ്റ് ആക്കി. ടാക്സി വന്നപ്പോൾ ടാക്സിയിൽ ഓടിയിട്ട് ഞാൻ റൂമിലേക്ക് പോയി. എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.